വേദിയിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കളെ, സഹോദരി സഹോദരന്മാരെ, 2021 അധികാരത്തിൽ വന്ന LDF സർക്കാരിൻ്റെ 4 വർഷം പൂർത്തിയാവുകയാണ്. മെയ് മാസമാണ് 4 വർഷം പൂർത്തിയാകുന്നത്. എന്നാൽ ഈ സർക്കാരിൻ്റെ 4 വർഷം പൂർത്തിയാകുമ്പോൾ ഈ സർക്കാർ 2016 അധികാരത്തിൽ വന്ന സർക്കാരിൻ്റെ തുടർച്ചയാണ്. 2016 അന്നത്തെ നാട്ടിലെ സാഹചര്യം വിലയിരുത്തിക്കൊണ്ടാണ് ജനങ്ങൾ LDF സർക്കാരിനെ ഭരണഭാരം ഏൽപ്പിച്ചത്. 5 വർഷം തികഞ്ഞ് 2021 തെരഞ്ഞെടുപ്പിന് നേരിട്ടപ്പോൾ സമീപകാല കേരള ചരിത്രം തിരുത്തിക്കൊണ്ടുള്ള വിധിയാണ് ജനങ്ങൾ നൽകിയത്. അതിൻ്റെ ഭാഗമായി LDFന് തുടർഭരണം ജനങ്ങൾ സമ്മാനിച്ചു. അങ്ങനെ പരിശോധിച്ചാൽ 2016 അധികാരത്തിൽ വന്ന ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനവും കൂടിച്ചേർത്ത് LDF ഭരണം പരിശോധിച്ചാൽ 9 വർഷം തികയുന്നു. 10ാമത്തെ വർഷത്തിലേക്ക് കടക്കുന്നു. ഈ 9 വർഷ കാലയളവ് കേരളത്തെ എവിടെ എത്തിച്ചു എന്നതാണ് സ്വാഭാവികമായും നാം വിലയിരുത്തേണ്ടത്. 2016 കേരളം എന്തായിരുന്നു എന്നതെല്ലാവർക്കും ഓർമ്മയിലുണ്ടാകും. 9 വർഷമേ ആയിട്ടുള്ളൂ, മറന്നു പോകാനിടയില്ല. 2016 കേരളീയ മനസ്സ് ഈ നാടിനൊരു മാറ്റവും ഉണ്ടാവില്ല എന്നായിരുന്നു. മറ്റ് നാടുകളൊക്കെ പുരോഗതി പ്രാപിക്കുമ്പോൾ ഒരു രംഗത്തും പുരോഗതി നേടാൻ കഴിയാത്ത ഒരു സംസ്ഥാനമായി എൻ്റെ നാട് മാറി എന്ന ദുഃഖത്തിലായിരുന്നു ഓരോ കേരളീയൻ. ആ മനോവേദനയിൽ നിന്നാണ് ഇതിനെല്ലാം മാറ്റം വേണം എന്ന് ചിന്തിച്ചുകൊണ്ട് LDFനെ അധികാരത്തിലേറ്റുന്നത്. ഇവിടെ ഒരു പ്രത്യേകത കൂടി നാം ഓർക്കേണ്ടതുണ്ട്. നമ്മുടെ കേരളത്തിൻ്റെ സമീപകാല ചരിത്രമെടുത്താൽ 5 വർഷം ഒരു മുന്നണി, അടുത്ത 5 വർഷം ഒരു മുന്നണി എന്നതാണ് ഒരു 2 ദശാബ്ദമായി നിലനിൽക്കുന്ന കാര്യം. 80-ന് ശേഷം, 1980-ന് ശേഷം നിലനിൽക്കുന്നത്. അപ്പോൾ ആ അവസ്ഥ കേരളത്തിനുണ്ടാക്കിയൊരു പ്രശ്നമുണ്ട്. കേരളത്തിൻ്റെ വളർച്ചയ്ക്ക്, കേരളത്തിൻ്റെ പുരോഗതിക്ക്, സമസ്ത ജനവിഭാഗങ്ങളുടെയും ഐശ്വര്യപൂർണമായ ജീവിതത്തിന് ഒട്ടേറെ നടപടികളാണ് LDF സർക്കാർ സ്വീകരിക്കാറുള്ളത്. അതിൻ്റെ ഭാഗമായി
നാട് ഒരു പരിധിയോളം വികസിച്ചു വരും. പിറ്റത്തെ 5 വർഷം അധികാരത്തിൽ വരുന്നത് ഈ വികസനത്തിന് നേതൃത്വം കൊടുത്ത സർക്കാരല്ല. അപ്പോൾ സംഭവിച്ചത്, അധികാരത്തിൽ വന്ന UDF സർക്കാർ UDFൻ്റേതായ വഴികൾ സ്വീകരിച്ചു. എല്ലാം തകർന്നു, എല്ലാം പുറകോട്ട് പോയി. അപ്പോൾ നേരത്തെ നേടിയ നേട്ടം തകർക്കാനുള്ള ശ്രമമാണ് UDFൻ്റെ ഭരണകാലത്ത് ഇവിടെ കണ്ടത്. അക്കാലത്ത് പൂർണ്ണമായി തകരാൻ ഇടവരാതിരുന്നത് അത്തരം നടപടികളെ ശക്തമായി ചോദ്യം ചെയ്യാൻ LDF തയ്യാറായി. ആ നടപടികളെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള പ്രക്ഷോഭങ്ങൾ നാട്ടിൽ ഉയർന്നു വന്നു. ചില കാര്യങ്ങൾ ആഗ്രഹിച്ച രൂപത്തിൽ നടപ്പാക്കാൻ കഴിഞ്ഞില്ല. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഒരു ഘട്ടത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ വിറ്റൊഴിയാൻ തീരുമാനിച്ചതായിരുന്നു. അതിശക്തമായ നിലപാടും പ്രക്ഷോഭവും അതിനേരെ ഉയർന്നപ്പോഴാണ് അതിൽ നിന്ന് പുറകോട്ട് പോകാൻ അന്നത്തെ UDF സർക്കാർ തയ്യാറായത്. ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ, വിവിധ തരത്തിലുള്ള ജനവിരുദ്ധ നടപടികൾ. അപ്പോൾ പിന്നീട് 5 വർഷം പിന്നിട്ട UDF ഗവൺമെൻറ് മാറ്റി LDF ഗവൺമെൻറ് വന്നാൽ ആദ്യത്തെ വർഷങ്ങളും മാസങ്ങളും ഈ ഉണ്ടായ ആഘാതത്തിൽ നിന്ന് നാടിനെ രക്ഷിക്കാനുള്ള നടപടികളാണ്. അപ്പോൾ പഴയതിലേക്കെത്താൻ, ആ ശരാശരിയിലേക്കെത്താൻ കുറേ സമയം ചെലവഴിക്കണം. അങ്ങനെ ഉള്ളൊരു സാഹചര്യമാണ് കേരളത്തിലുണ്ടായിരുന്നത്. പക്ഷേ 2016 അധികാരത്തിൽ വന്ന ഗവൺമെൻറ് 2016 സാഹചര്യത്തിൽ വലിയ മാറ്റമുണ്ടാക്കി. നമ്മുടെ നാടിന് നല്ല പ്രത്യാശ ഉളവാക്കി. LDF നാടിന് മുന്നിൽ വെച്ച നാടിൻ്റെ പ്രതിസന്ധി പരിഹരിക്കാനുള്ള നടപടികൾ ഓരോന്നോരോന്നായി ഗവൺമെൻറ് നടപ്പാക്കിയപ്പോൾ ആ ഗവൺമെൻറ്റിനോടൊപ്പം നിൽക്കാൻ ജനങ്ങൾ സന്നദ്ധമായി. അങ്ങനെയാണ് 2021 തെരഞ്ഞെടുപ്പിൽ ചരിത്രം തിരുത്തിക്കൊണ്ട് LDFനെ തുടർഭരണം ഏൽപ്പിക്കുന്നത്. അതിനിടക്കുണ്ടായ കാര്യങ്ങളെല്ലാം എല്ലാവരുടെയും ഓർമ്മയിലുണ്ടാവും. ഏതെല്ലാം തരത്തിലുള്ള തെറ്റായ പ്രചരണങ്ങളായിരുന്നു അഴിച്ചുവിട്ടിരുന്നത്. വലിയ തോതിലുള്ള തെറ്റിദ്ധാരണ ജനങ്ങളിൽ സൃഷ്ടിക്കാൻ വേണ്ടി മെനഞ്ഞെടുത്ത കള്ളങ്ങൾ പ്രചരിപ്പിക്കുകയായിരുന്നു. അതിൻ്റെ ഭാഗമായി എന്തെല്ലാം പരിഹാസ്യമായ കാര്യങ്ങൾ വന്നു എന്നുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും ഓർമ്മയുള്ളത് കൊണ്ട് ഞാനത് വീണ്ടും ആവർത്തിക്കുന്നില്ല. പക്ഷെ അതിലൂടെ ഉദ്ദേശിച്ചത് LDF ഗവൺമെൻറ്റിൻ്റെ വിശ്വാസ്യത തകർക്കാം, LDFനെ താറടിച്ച് കാണിക്കാം. LDFനും സർക്കാരിനുമൊക്കെ നേതൃത്വം കൊടുക്കുന്നവരും അതിൻ്റെ പങ്കാളികളുമായിട്ടുള്ള ആളുകളെ ആകെ വ്യക്തിപരമായി ആകെ അപകീർത്തിപ്പെടുത്തുക. അങ്ങനെ നാട്ടിലൊരു തെറ്റായ പ്രതീതി തങ്ങൾക്ക് സൃഷ്ടിക്കാനാകും. ഇതായിരുന്നു കണക്കുകൂട്ടൽ. നിർഭാഗ്യവശാൽ ഈ പ്രചരണത്തിൽ
LDF ഒഴികെയുള്ള എല്ലാവരും ഏറെക്കുറെ ഒന്നിച്ചു നിന്നു. അതിൽ കേന്ദ്ര സർക്കാർ പൂർണ്ണമായി സംസ്ഥാന ഭരണത്തിനെതിരെയുള്ള നടപടികൾ സ്വീകരിക്കുന്നതിലേക്ക് കടന്നു. അതിനുവേണ്ടി അവിശുദ്ധമായ രാഷ്ട്രീയ കൂട്ടുകെട്ടുണ്ടായി. കേരളം വിട്ടാൽ കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാരിനെതിരെയുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന കോൺഗ്രസ് അടക്കമുള്ള UDF ഇവിടെ BJPയുമായി അവിശുദ്ധ ബന്ധത്തിലായി. എല്ലാവരും ഓർക്കുന്ന കാര്യമായിരിക്കും, രാവിലെ ഒരു കൂട്ടർ പറയുന്ന കാര്യം ഉച്ചയ്ക്ക് ശേഷം മറ്റൊരു കൂട്ടർ ആവർത്തിക്കുന്നു. ഒരേ കാര്യം, അത് വസ്തുതയല്ല, കെട്ടിച്ചമച്ച നുണ. രണ്ടു കൂട്ടരും ജനസമക്ഷം അവതരിപ്പിക്കുന്നു. ആ നുണ അതേപോലെ ഏറ്റെടുത്ത് ഇതാ വലിയ വിശ്വസനീയമായൊരു കാര്യം വന്നിരിക്കുന്നു എന്ന മട്ടിൽ പ്രചരിപ്പിക്കാൻ നമ്മുടെ നാട്ടിലെ വലതുപക്ഷ മാധ്യമങ്ങൾ ഒന്നാകെ രംഗത്ത് വരുന്നു. പിന്നെന്ത് വേണം? അതിനുവേണ്ടി ഇവർ നടത്തുന്ന BJPയും UDFും നടത്തുന്ന രാഷ്ട്രീയ പ്രചരണം മാത്രമല്ല, നാട്ടിലെ ആളുകളെ ആകെ ഇതിൻ്റെ ഭാഗമായി അണിനിരന്നുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയ ഈ വലതുപക്ഷ മാധ്യമങ്ങൾ കൂടിയായാൽ നാടാകെ ആ പ്രചരണം വിശ്വസിക്കുമെന്ന ധാരണയിൽ അവരെത്തി. തകർന്നു. ഇതായിരുന്നു കണക്കൂടൽ. LDF തകർന്നു. പിന്നെ മറ്റു പണികളായി. തെരഞ്ഞെടുപ്പ് വരുന്നു, വിജയം സുനിശ്ചിതം. അടുത്ത ഭരണത്തിൽ അതിന് വരേണ്ടവരാര്, വിവിധ സ്ഥലങ്ങളിൽ ഇരിക്കേണ്ടവരാര്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആലോചിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് അവരെത്തുന്നു. ഞങ്ങളപ്പോഴും ശാന്തമായി കേരളത്തിൽ നിർവഹിക്കേണ്ട കാര്യങ്ങൾ നിർവഹിച്ചു പോവുകയായിരുന്നു. അവസാനം തെരഞ്ഞെടുപ്പ് വിധി ജനങ്ങൾ നൽകിയപ്പോൾ ഈ പ്രചരണം നടത്തിയവർക്കെല്ലാം മുഖത്തേറ്റ കനത്തി അടിയായി. 99 സീറ്റ് LDFന് നൽകിക്കൊണ്ടാണ് ജനങ്ങൾ LDFന് തുടർഭരണം സമ്മാനിച്ചത്. ഒരു കൈപ്പിഴയുമല്ല. ഞങ്ങൾക്ക് നാടിനെ, ഈ നാടിൻ്റെ ഭാവിക്കും ഈ നാടിൻ്റെ ശരിയായ വികസനത്തിനും LDF ആണ് വേണ്ടത് എന്ന് ജനങ്ങൾ തീരുമാനിക്കുകയായിരുന്നു. അതിൻ്റെ തുടർച്ചയായി പിന്നെ നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത് അടങ്ങിയിരിക്കുന്നവരല്ല ഇവർ. വർദ്ധിത വീര്യത്തോടെ കൃത്യമായ ശത്രുതാ സമീപനം സ്വീകരിച്ചുകൊണ്ട് 2021 അധികാരത്തിലേറിയ സർക്കാരിനെതിരെ ഒരിടവേളയുമില്ലാതെ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്തെല്ലാം പ്രചരണങ്ങളാണെന്ന് നോക്കുക. ഞാനിപ്പോൾ ആ കാര്യങ്ങളിലേക്ക് ആകെ പോവുകയല്ല, കാരണം അത് ധാരാളം നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. നമ്മുടെ നാട് തകരട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ടാണ് ഇവരെല്ലാം ഈ നിലപാട് സ്വീകരിച്ചത്.
രാഷ്ട്രീയമായി അകൽച്ചയുണ്ടാകാം, രാഷ്ട്രീയ വിരോധമുണ്ടാകാം. ആ രാഷ്ട്രീയ വിരോധത്തിൻ്റെ മേലെ നാടിനെ തകർക്കുന്ന നടപടികൾ സ്വീകരിക്കാമോ? നിർഭാഗ്യവശാൽ അതാണ് ഇവിടെ ഉണ്ടായത്. ഇപ്പോൾ 2016 മുതലുള്ള കേരളത്തിൻ്റെ അവസ്ഥയെടുത്താൽ കേരളം നേരിട്ട പ്രതിസന്ധികളെ പരിഹരിക്കൽ മാത്രമായിരുന്നില്ല. എന്നാൽ പ്രതിസന്ധികളെ പരിഹരിക്കാൻ വേണ്ടിയുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചു. എന്താണ് കേരളത്തിൻ്റെ യഥാർത്ഥ പ്രശ്നം? കേരളത്തിൻ്റെ ആവശ്യങ്ങൾ നിരവധിയാണ്. ആ ആവശ്യങ്ങൾ നിറവേറ്റാൻ മാത്രമുള്ള പണം നമ്മുടെ കയ്യിലില്ല. നമ്മുടെ ഖജനാവിന് അത്ര ശേഷിയില്ല. എങ്ങനെ പരിഹാരം കാണും? അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ സർക്കാർ കണ്ടു, നമുക്ക് സർക്കാരിൻ്റെ പിന്തുണയോടെയുള്ള ഒരു ധനസ്രോതസ് വേറെ കണ്ടെത്തണം. ബജറ്റല്ല, ബജറ്റിന് പുറമേയുള്ളൊരു ധനസ്രോതസ്, എന്നാൽ സർക്കാരിൻ്റെ പൂർണ്ണ പിന്തുണയോടെയാണ്. അങ്ങനെയാണ് കിഫ്ബി നിയമം പരിഷ്കരിച്ചത്. കിഫ്ബി പുതിയ രൂപത്തിൽ രംഗത്ത് വന്നു. എന്തെല്ലാം പരിഹാസമായിരുന്നു, പുച്ഛം, പരിഹാസം, മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം, അങ്ങനെ പല ആക്ഷേപങ്ങൾ. അന്ന് സർക്കാർ പറഞ്ഞു, ഈ 5 വർഷം കേരളത്തിൻ്റെ പൊതുവായ വികസനം, പ്രത്യേകിച്ച് പശ്ചാത്തല സൗകര്യ വികസനം, അതിലൂന്നിക്കൊണ്ട് 50,000 കോടി രൂപയുടെ വികസന പദ്ധതികൾ കിഫ്ബിയുടെ ധനസ്രോതസ് ഉപയോഗിച്ച് നടപ്പാക്കും. എന്തായിരുന്നു എതിർപ്പ്? എത്ര ശക്തമായിരുന്നു! എവിടുന്ന് കിട്ടും പണം? ആര് പണം തരാൻ പോകുന്നു? ആര് നിങ്ങളെ വിശ്വസിക്കും? കാരണം നാട്ടിൽ ഒരു വല്ലാത്ത അവസ്ഥ, നിരാശ ഉണ്ടാക്കാനാകുമോ എന്നാണ് അവർ ശ്രമിച്ചത്. ചുരുക്കത്തിൽ 2021 ആകുമ്പോൾ 5 വർഷമായി. എത്രയാ കിഫ്ബി മുഖേന ഏറ്റെടുത്ത പദ്ധതികൾ? 50 അല്ല, 50,000 കോടിയല്ല, 62,000 കോടി രൂപയുടെ പദ്ധതികളാണ് ഈ കേരളത്തിൽ കിഫ്ബി മുഖേന ഏറ്റെടുത്തത്. ഇന്നത് 90,000 കോടിയാണ്. ഇതാണ് കേരളത്തിൻ്റെ അവസ്ഥ. എവിടെ തിരിഞ്ഞെന്ന് നോക്കിയാലും കിഫ്ബിയുടെ സാക്ഷ്യപത്രങ്ങൾ കാണാലോ. അതല്ലേ കേരളത്തിലെ അവസ്ഥ? അവിടെ റോഡ്, അവിടെ പാലം, അവിടെ മേൽപ്പാലം, അവിടെ ഫ്ലൈ ഓവർ, അവിടെ സ്കൂള് കെട്ടിടം, അവിടെ ആശുപത്രി വികസനം, മറ്റൊട്ടേറെ വികസന പദ്ധതികൾ. നാം ഏറ്റെടുക്കേണ്ടി വരുന്ന ബാധ്യത, നാഷണൽ ഹൈവേയുടെ വികസനത്തിന് വേണ്ടി ഭൂമി ഏറ്റെടുക്കാൻ 25% രാജ്യത്തെവിടെയും ഇല്ലാത്ത ഒരു ബാധ്യത നമുക്ക് ഏറ്റെടുക്കേണ്ടി വന്നപ്പോൾ അതിന് നൽകേണ്ട 5,600 കോടി, ഇതെല്ലാം കിഫ്ബിയുടേതല്ലേ? എല്ലാം ഉപയോഗിച്ചല്ലേ നടന്നത്? എന്നാൽ ആ ചിത്രം നാടിന് മുമ്പിൽ വന്നുകൂടാ? അത് അതേ രീതിയിൽ അവതരിപ്പിച്ചുകൂടാ? വ്യത്യാസപ്പെട്ടിരിക്കുന്ന അവസ്ഥ വരുന്നത് പിന്നെ എന്തു വരണം? ഇവരാകെ പാപ്പരാണെന്ന് വരണം? വല്ലാത്ത കടക്കെണിയിൽ നമ്മുടെ നാട് പെട്ടിരിക്കുന്നത് പ്രചരിപ്പിക്കണം? സാമ്പത്തിക രംഗത്ത് പ്രശ്നങ്ങളുണ്ടായി. എന്താണ് സാമ്പത്തിക രംഗത്തെ പ്രശ്നങ്ങൾക്ക് കാരണം? സാമ്പത്തിക രംഗത്ത് ആവശ്യമായ രീതിയിലുള്ള സഹായം ചെയ്യുന്നതിന് ബാധ്യതപ്പെട്ട കേന്ദ്ര ഗവൺമെൻറ് അറച്ചു നിന്നു. ഇപ്പോൾ നമ്മുടെ നാടിന് ഏറ്റുവാങ്ങേണ്ടി വന്ന ദുരന്തം, നിപ്പയും ഓഖിയും, 2018 മഹാപ്രളയവും, 2019
അതിരൂക്ഷമായ കാലവർഷക്കെടുതിയും അതിൽ നിന്നൊക്കെ ഒന്ന് മാറി നിന്ന് ശ്വാസം കഴിക്കാൻ കഴിയുന്നതിന് മുൻപ് ലോകമാകെ വ്യാപിച്ച മഹാമാരി കോവിഡ്, ഇതെല്ലാം നേരിടേണ്ടി വന്നല്ലോ നമ്മുടെ സംസ്ഥാനത്തിന്. ഈ ഘട്ടത്തിൽ ആവശ്യമായ പിന്തുണ നമുക്ക് ലഭിച്ചോ? നമ്മുടെ ഭരണഘടനയിൽ കൃത്യമായി എഴുതി വച്ചിട്ടുണ്ട്, ഒരു സംസ്ഥാനം പ്രതിസന്ധി നേരിടുമ്പോൾ സാമ്പത്തികമായി സഹായിക്കാൻ കേന്ദ്രത്തിന് ബാധ്യതയുണ്ട്. ആ വാചകം മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകം, നമുക്ക് മാത്രം ബാധകമല്ല. തന്നോ ഏതെങ്കിലും ഘട്ടത്തിൽ? 2018 മഹാപ്രളയം വന്നപ്പോൾ നാടാകെ തകർന്നടിഞ്ഞു പോയല്ലോ. നമ്മളെ നെഞ്ചേറ്റിയവരെല്ലാം ലോകരാഷ്ട്രങ്ങൾ വല്ലാതെ വേദനിച്ചല്ലോ. നമുക്ക് സഹായം ലഭിച്ചോ? ക്രൂരമായ മനസ്സോടെ സഹായം നിഷേധിച്ചില്ലേ കേന്ദ്ര ഗവൺമെൻറ്? അന്ന് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ച നടപടി തെറ്റാണെന്ന് പറയാൻ ഇവിടുത്തെ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷം തയ്യാറായോ? അവര് കേന്ദ്ര ഗവൺമെൻറ് ഹല്ലേലൂയ പാടുകയല്ലേ ചെയ്തത്? അവരെ സംസ്ഥാനത്തിൻ്റെ കെടുകാര്യസ്ഥ കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നതെന്ന് വരുത്താനല്ലേ ശ്രമിച്ചത്? സംസ്ഥാനം സ്വീകരിക്കുന്ന മറ്റ് നടപടികൾ, ഫണ്ട് സമാഹരിക്കാനുള്ള ശ്രമങ്ങൾ, അതിനെയെല്ലാം ശക്തമായി എതിർക്കുന്ന നിലപാടല്ലേ അന്ന് സ്വീകരിച്ചത്? ഇതെല്ലാം നമ്മുടെ അനുഭവത്തിലുള്ളതല്ലേ? അന്ന് ഈ രണ്ടു കൂട്ടരും, കേന്ദ്രം ഭരിക്കുന്ന BJPയും ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UDFും രണ്ടാളും നല്ല സൗഹൃദത്തിൽ, പരസ്പര ആലോചനയിൽ, ഒരേ മനസ്സോടെ ഇതിനെതിരെ നീങ്ങുന്ന കാഴ്ചയല്ലേ നമ്മൾ കണ്ടത്? നമുക്ക് മനസ്സിലാവും BJPയുടെ പ്രശ്നം. BJP അതിമോഹത്തിലായിരുന്നു കേരളം പിടിക്കാൻ. പക്ഷേ ജനങ്ങൾ തള്ളി. ആ വിരോധം കേരളത്തോടും കേരളത്തിലെ ജനങ്ങളോടും BJPക്ക്. എന്തേ കോൺഗ്രസിൻ്റെ UDFിൻ്റെയും പ്രശ്നം? കേരള വിരുദ്ധമായ നിലപാട് BJP സ്വീകരിക്കുമ്പോൾ എന്തേ കോൺഗ്രസിനും UDFിനും അതിനെതിരെ അരയക്ഷരം സംസാരിക്കാൻ കഴിയാതിരുന്നത്? ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മുണ്ടക്കൈ ചൂരൽമല ദുരന്തം വന്നു. പ്രധാനമന്ത്രി വന്നു, നല്ല വാക്കുകളൊക്കെ പറഞ്ഞു. എന്തായി? ഒരു പൈ ഇതേവരെ കിട്ടിയോ? ഇതല്ലേ നമ്മുടെ നാടിൻ്റെ അവസ്ഥ? എന്തുകൊണ്ടാണ് അത്തരമൊരു നിലപാട് വരുന്നത് എന്ന് നാം ആലോചിക്കണം. 9 മാസമായല്ലോ, ചില്ലിക്കാശ് വന്നിട്ടില്ല. നമ്മുടെ രാജ്യത്ത് ദുരന്തം സംഭവിച്ച പ്രദേശങ്ങളുണ്ട്. ആ ദുരന്തത്തിനിരയായ മറ്റ് സംസ്ഥാനങ്ങൾ, ത്രിപുരയ്ക്ക് 400 കോടി രൂപയുടെ സഹായമാണ് കൊടുത്തത്. അവിടെ 11 പേര് മരണപ്പെട്ടിരുന്നു. ത്രിപുരക്ക് കൊടുത്തതിന് നാം എതിരല്ല, നമുക്ക് അർഹതപ്പെട്ടത് നിഷേധിച്ചു എന്നുള്ളതാണ് പ്രശ്നം. ഇവിടെ ബീഹാറിന്
5000 കോടി രൂപയാണ് കൊടുത്തത്. തമിഴ്നാടിന് 3500 കോടി രൂപ കൊടുത്തു. അങ്ങനെ പട്ടിക നോക്കിയാൽ പലതാണ്. ആന്ധ്രയുണ്ട്, തെലുങ്കാനയുണ്ട്, സിക്കിമുണ്ട്, മഹാരാഷ്ട്രയുണ്ട്. ഇവർക്കെല്ലാം സഹായം നൽകി. നമുക്ക് മാത്രം സഹായമില്ല. ഇതിനെതിരെ കേരളത്തിലുള്ള പ്രതിപക്ഷ എംപിമാരടക്കം പാർലമെൻറ്റിൽ ശബ്ദമുയർത്തി എന്നുള്ളത് വസ്തുതയാണ്. ഇത്തവണ പാർലമെൻറ്റിൽ തീർത്തും തെറ്റായ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ ആഭ്യന്തരമന്ത്രി അടക്കം പ്രസ്താവിക്കുന്ന നിലയുണ്ടായി. കേരളത്തോടൊരു പ്രത്യേക വിരോധം, അതിൻ്റെ ഭാഗമായുള്ള സമീപനം, അതാണ് ഇവിടെ ഉണ്ടായത്. നമ്മൾ നല്ല രീതിയിലുള്ള പുരോഗതി എല്ലാ രംഗത്തും ഉണ്ടാക്കിയിരിക്കുന്നു. ഇപ്പം നമ്മുടെ സംസ്ഥാനത്ത് ഒട്ടേറെ ക്ഷേമ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. നാം നൽകുന്ന സാമൂഹ്യക്ഷേമ പെൻഷൻ നേരത്തെ 600 രൂപയുണ്ടായിരുന്നത് ഇപ്പോൾ 1600 രൂപയാണ്. 2016 LDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 18 മാസത്തെ കുടിശ്ശികയായിരുന്നു. അത് മുഴുവൻ കൊടുത്തു തീർത്തത് LDF സർക്കാരാണ്. ആദ്യത്തെ തീരുമാനം അതായിരുന്നു 2016. പിന്നീട് വർദ്ധിച്ചു, 1600 നിൽക്കുന്നു. 1600 രൂപ വീതമുള്ള സാമൂഹ്യക്ഷേമ പെൻഷൻ 60,000 പേർക്ക് നൽകുന്നു. വീടില്ലാത്ത പാവങ്ങൾ വീട് നിർമ്മിക്കാൻ ലൈഫ് മിഷൻ പ്രവർത്തനം ആരംഭിച്ചു. ഇപ്പോൾ 4.5 ലക്ഷത്തിലധികം വീടുകൾ പൂർണ്ണമായി ആളുകൾ താമസിക്കുന്നു. അത്രയും കുടുംബങ്ങൾ താമസിക്കുന്നു. അടുത്ത നാളിൽ 5 ലക്ഷത്തിലേക്ക് കടന്നു എന്ന് പറയാൻ പറ്റും. നമ്മുടെ നാടിൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ ഈ രീതിയിൽ പലതായി നടക്കുകയാണ്. നമ്മുടെ രാജ്യം ദാരിദ്ര്യം കൊടികുത്തി വാഴുന്ന ഒരു രാജ്യമാണ്. ലോകത്തെ രാജ്യങ്ങളുടെ പട്ടിക തയ്യാറാക്കിയപ്പോൾ നമ്മുടെ സ്ഥാനം 105-ാം സ്ഥാനത്ത്. നമ്മൾ കഴിഞ്ഞാലേ പിന്നെ മറ്റു കുറച്ച് രാജ്യങ്ങളേ ഉള്ളൂ. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ തൊട്ട അയൽപക്കങ്ങൾ ഒരു രാഷ്ട്രവും നമ്മുടെ പുറകിലില്ല. അവരെല്ലാം എത്രയോ മുന്നിൽ. ആ രാജ്യത്ത് ദാരിദ്ര്യം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം കേരളമാണ് എന്ന് ഇന്ത്യ ഗവൺമെൻറ് തന്നെ പറയുന്നു. എന്തുകൊണ്ടാണ്? LDF സർക്കാർ പൊതുവിതരണ രംഗം ശക്തിപ്പെടുത്തിയതുകൊണ്ട്. ഇതല്ലേ വസ്തുത. അതിൻ്റെ തുടർച്ചയായി കേരളത്തിലെ പരമദരിദ്രരായി 64,006 കുടുംബങ്ങളുണ്ടെന്ന് കാണുന്നു. ആ 64,006 കുടുംബങ്ങളെയും പരമദരിദ്രാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കാൻ LDF തീരുമാനിക്കുന്നു. ഗവൺമെൻറ് അതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നു. എന്താ സംഭവിക്കാൻ പോകുന്നത്? ഇപ്പോൾ ഈ വരുന്ന നവംബർ 1 ഈ രാജ്യത്ത് ഏക സംസ്ഥാനം കേരളം നവംബർ 1 പ്രഖ്യാപിക്കാൻ പോകുന്നു, പരമദരിദ്രരില്ലാത്തൊരു സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നുവെന്ന്. ഇതെല്ലാം കേരളത്തെ തകർക്കാനുള്ള, സാമ്പത്തികമായി ഞെരുക്കാനുള്ള നടപടികൾ ഒരു ഭാഗത്ത് ശക്തിപ്പെടുത്തുമ്പോൾ നാം നേടുന്ന നേട്ടങ്ങളാണ്. നമുക്ക് ലഭിക്കേണ്ട സാമ്പത്തിക വിഹിതം കുറച്ചു, നാം എടുക്കേണ്ട കടം തടയുന്ന നില വന്നു,
നമ്മൾ പല കാര്യങ്ങൾക്കായി ചെലവിടുന്ന ഗവൺമെൻറ്റേതര പ്രവർത്തനങ്ങൾ, കിഫ്ബിയുടെ പണം, പെൻഷൻ കൃത്യമായി നൽകുന്നതിന് വേണ്ടി രൂപീകരിച്ച പെൻഷൻ കമ്പനി സമാഹരിക്കുന്ന പണം, ഇതെല്ലാം സർക്കാരിൻ്റെ വായ്പയായി എടുക്കുന്ന വായ്പയായി കണക്കാക്കും. ആ വായ്പാ പരിധിയിൽ അതിനനുസരിച്ച് കുറവ് വരുത്തും. മാത്രമല്ല, മുൻകാല പ്രാബല്യത്തോടെ നാം എടുക്കേണ്ട കടപരിധി വെട്ടിക്കുറക്കുകയാണ്. സാമ്പത്തികമായി വല്ലാതെ ഞെരുക്കുക, ശ്വാസം മുട്ടിക്കുക, ആ നടപടിയാണ് ഉണ്ടായത്. എന്നിട്ടും നാം കാണുന്ന നേട്ടങ്ങൾ നമുക്ക് നേടാൻ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിക്കപ്പെടുന്ന സാമ്പത്തിക തകർച്ച യഥാർത്ഥത്തിൽ കേരളത്തിന് ബാധകമായതല്ല. നമ്മെ തകർക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, സാമ്പത്തികമായി വിരോധിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നാം അതിനെതിരെ സുപ്രീം കോടതിയിലടക്കം കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. പരിശോധനയിലാണിപ്പോൾ. കഴമ്പുണ്ട് എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കണ്ടതുകൊണ്ടാണ് വിശാല ബെഞ്ചിനെ, ഭരണഘടനാ ബെഞ്ചിനെ പരിശോധിക്കാൻ വിട്ടിരിക്കുന്നത്. അത്രയും നടപടികൾ നാം സ്വീകരിച്ചിട്ടുണ്ട്. വലിയ പ്രക്ഷോഭം LDFിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നടന്നു. രാജ്യ തലസ്ഥാനത്ത് തന്നെ മന്ത്രിസഭ ഒന്നടങ്കം പങ്കെടുത്തുകൊണ്ടുള്ള രാജ്യത്തിലെ വിവിധ മുഖ്യമന്ത്രിമാർ, ദേശീയ പാർട്ടി നേതാക്കൾ എല്ലാം പങ്കെടുത്തുകൊണ്ടുള്ള പ്രതിഷേധം പ്രകടിപ്പിച്ചു. അതെല്ലാം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. എന്നാൽ അതേസമയം നമ്മുടെ നാടിൻ്റെ തനത് വരുമാനം നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാനുള്ള നടപടികളാണ് നാം സ്വീകരിച്ചിട്ടുള്ളത്. അതിൽ നാം ആരുടെയും പറകിലല്ല. അതാണ് പരിശോധിച്ചാൽ കാണാൻ നമുക്ക് കഴിയുക. ഇപ്പോൾ തനത് വരുമാനത്തിൻ്റെ കണക്കെടുത്താൽ 2016 നമ്മുടെ സംസ്ഥാനത്തിന് തനത് വരുമാനം UDF ഒഴിയുമ്പോൾ 26%. ആ 26% ഇപ്പോഴെത്രയാണെന്നറിയോ? ഇപ്പോൾ അത് 73% മാറിയിരിക്കുന്നു. അതാണ് നമ്മുടെ ധനം. അത് വെച്ചുകൊണ്ടാണ് കാര്യങ്ങൾ നമ്മൾ നിറവേറ്റുന്നത്. ഈ പ്രതിസന്ധികളെല്ലാം ഉള്ള ഘട്ടത്തിലും നമ്മുടെ സംസ്ഥാനത്ത് നൽകേണ്ട ആനുകൂല്യങ്ങൾ കൃത്യമായി നൽകാൻ കഴിയുന്നത് ഈ കരുത്തുകൊണ്ട് കൂടിയാണ്. ഇപ്പോൾ കഴിഞ്ഞ 3 വർഷത്തെ തനത് വരുമാനത്തിൻ്റെ കണക്കെടുത്താൽ തനത് നികുതി വരുമാനം 47,000 കോടിയായിരുന്നു 3 വർഷം മുൻപ്. ഇപ്പോഴത് 81,000 കോടി രൂപയായി വർദ്ധിച്ചു. നല്ല പുരോഗതി ഓരോ വർഷവും നാം നേടുന്നു എന്നാണ് ആ കണക്കുകൾ കാണിക്കുന്നത്. ആകെ തനത് വരുമാനം 55,000 കോടിയായിരുന്നു എല്ലാം കൂടി. ഇപ്പോഴത് 1,04,000 കോടി രൂപയായി വർദ്ധിച്ചു. ഇതാണ് കേരളത്തിൻ്റെ സാമ്പത്തിക ചിത്രം. ആരെങ്കിലും പറയുന്നുണ്ടോ? ആരെങ്കിലും അത് കാണുന്നുണ്ടോ? ഇവിടെ ഇല്ലാത്ത കണക്ക് അവതരിപ്പിക്കാൻ എന്തൊരു ധൃതിയാണ് ആളുകൾക്ക്. വലിയ മനപ്പായസമുള്ളതിൻ്റെ ഭാഗമായി കേരളം തകരട്ടെ എന്ന മനപ്പായസം ഉണ്ണുന്നതിൻ്റെ ഭാഗമായി അതിന് വേണ്ടിയുള്ള വ്യാജ പ്രചരണങ്ങൾ യഥാർത്ഥത്തിൽ കേരള വികസന വിരുദ്ധ പ്രചരണം നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നവകേരള കടം എന്ന് വിളിച്ചാക്ഷേപിച്ചുകൊണ്ട് കേരളത്തെ അവമാനിക്കാൻ നോക്കുന്നവർ, കേരളത്തിൻ്റെ വികസനത്തെ താറടിക്കാൻ ശ്രമിക്കുന്നവർ ഈ കണക്കുകൾ പരിശോധിക്കണം. ഇതൊന്നും രഹസ്യമായവയല്ല. പക്ഷേ
കണ്ടിട്ടും ഞങ്ങൾ കാണുന്നില്ല എന്ന് പറഞ്ഞ് കണ്ണടച്ചിരിക്കുന്ന സമീപനമാണ് അവർ സ്വീകരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ പൊതുകടവും ആഭ്യന്തര ഉൽപ്പാദനവും തമ്മിലുള്ള അന്തരം അത് പരിശോധിച്ചാൽ നല്ല പുരോഗതി അതിലുണ്ടാകുന്നുവെന്ന് കാണാൻ നമുക്ക് കഴിയും. നേരത്തെ 36% ഉണ്ടായിരുന്നത് ഇപ്പോൾ 34%. ഇപ്പോൾ കുറഞ്ഞു വരുന്നു, ഇനിയും കുറയും. ആ നിലയിലാണ് കേരളം മുന്നോട്ട് പോകുന്നത്. ഫലപ്രദമായ ധനമാനേജ്മെൻറ്റ്, അതിൻ്റെ ഭാഗമായുള്ള നല്ല സാമ്പത്തിക നില ആർജിക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ചെലവിൻ്റെ കാര്യം എടുത്താൽ ഇപ്പോൾ കേന്ദ്രവും സംസ്ഥാനവും ചെലവിടേണ്ടത് നേരത്തെ ഉള്ള അനുപാതത്തിൽ നിന്ന് വലിയ മാറ്റം വന്നിരിക്കുകയാണ്. ഇപ്പോഴത് സംസ്ഥാനം 70% ചെലവ് വഹിക്കേണ്ടി വരികയാണ്. ഇപ്പോൾ കഴിഞ്ഞ സാമ്പത്തിക വർഷം, ഈ മാർച്ച് 31 അവസാനിച്ച സാമ്പത്തിക വർഷം 70% നാം ചെലവ് വഹിക്കേണ്ടി വന്നത്. എന്നാൽ അടുത്ത സാമ്പത്തിക വർഷം, ഈ സാമ്പത്തിക വർഷം ഇത് 75% സംസ്ഥാനം വഹിക്കേണ്ടി വരും എന്നുള്ളതാണ് അവസ്ഥ. ഇതാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നില്ല. മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തണം. മറ്റ് സംസ്ഥാനങ്ങളുടെ നില ഇങ്ങനെയാണെന്ന് നോക്കണം. അപ്പോൾ കാണാം വ്യത്യാസം. അപ്പോൾ കാണാം കേരളത്തോട് കാണിക്കുന്ന പ്രത്യേക സമീപനത്തിൻ്റെ ആഴം. പക്ഷേ അതെല്ലാം മറച്ചു വെക്കുന്നതിനാണ് ഈ വികസന വിരുദ്ധ പ്രചാരകർക്ക് താല്പര്യം. എന്നാൽ ഇതിനെല്ലാം നേരിട്ടുകൊണ്ട് നമുക്ക് ഈ ചെലവുകൾ നിർവഹിക്കാൻ കഴിയുന്നു. എന്തുകൊണ്ടാണത്? നമ്മുടെ ആഭ്യന്തര ഉൽപ്പാദനത്തിൽ വലിയ മാറ്റം വന്നിരിക്കുന്നു. ആ മാറ്റം ഈ വികസന വിരുദ്ധർ ആഗ്രഹിക്കുന്നത് പോലെ കീഴോട്ടല്ല, ആ മാറ്റം മേലോട്ടാണ്. നമ്മുടെ ആഭ്യന്തര ഉൽപ്പാദനം വലിയ തോതിൽ വളർന്നിരിക്കുന്നു. അതാണ് നാം കാണേണ്ടത്. ആഭ്യന്തര ഉൽപ്പാദനം നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പം 2016 മൊത്തം ആഭ്യന്തര ഉൽപ്പാദനം 5,60,000 കോടി രൂപയായിരുന്നു. 5,60,000 കോടി രൂപയുണ്ടായിരുന്ന ആഭ്യന്തര ഉൽപ്പാദനം 2016 ഇപ്പോൾ എവിടെയെത്തി? 5 ലക്ഷത്തി എന്നതിന് പകരം ഇപ്പം നമ്മൾ 13,11,000 കോടി എന്ന് പറയണം. അതാണ് ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ വർധനവ്. ആരുടെയെങ്കിലും മനസ്സിലാ കണക്കുണ്ടോ? ആരെങ്കിലും ആ ചിത്രം അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഈ നാടിൻ്റെ വിവരങ്ങൾ കൈമാറുന്നവരാണ് തങ്ങളെന്ന് അവകാശപ്പെടുന്ന നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളിൽ പലതും ഈ കാര്യങ്ങൾ മറച്ചുവെക്കാൻ എത്ര വലിയ തോതിലാണ് ശ്രമിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലേ? അതാണ് നമ്മുടെ നാടിൻ്റെ വികസന വിരുദ്ധതയുടെ യഥാർത്ഥ ചിത്രം. വികസന വിരുദ്ധർ ഈ നാട് തകരണം എന്നാഗ്രഹിച്ചുകൊണ്ട് നിലപാടെടുക്കുന്നവർ അതിൻ്റെ ഭാഗമായി വസ്തുതകൾ മറച്ചുവെക്കുകയാണ്. റിസർവ് ബാങ്ക് അടുത്ത കാലത്തൊരു കണക്ക് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ആ കണക്കനുസരിച്ച് 2016 നമ്മുടെ പ്രതിശീർഷ വരുമാനം 1,48,000 രൂപയായിരുന്നു. ഇപ്പം നമ്മൾ പുറകോട്ട് പോവുകയല്ല ചെയ്തത്. 1,48,000 രൂപയുണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോഴത് 2,28,000 രൂപയായി വർദ്ധിച്ചു. നാടിൻ്റെ പുരോഗതിയല്ലേ ഇത് കാണിക്കുന്നത്? ആ പുരോഗതി ആർക്കെങ്കിലും നിഷേധിക്കാൻ കഴിയോ? ജീവിക്കുന്ന യാഥാർത്ഥ്യമല്ലേ? നാടിൻ്റെ സാഹചര്യങ്ങളിൽ വന്ന മാറ്റമില്ലേ? ജനങ്ങൾ അനുഭവിക്കുന്ന മാറ്റമില്ലേ? അതിൻ്റെ നേർചിത്രമല്ലേ ഇത്? പക്ഷേ ഇത് നാം ശ്രദ്ധിച്ചോളണം. ഇതൊന്നും ആരും അറിയാൻ പാടില്ല എന്ന് നിർബന്ധമുള്ള ഒരു കൂട്ടർ നമ്മുടെ നാട്ടിലുണ്ട്. അവർക്ക് നെഗറ്റീവായ കാര്യങ്ങളാണ് വേണ്ടത്.
നിഷേധപരമായ കാര്യങ്ങളാണ് പ്രചരിപ്പിക്കേണ്ടത്. അതിനാണ് അവർ വലിയ തോതിൽ ശ്രമിക്കുന്നത്. ഇത് ഗൗരവമായി കാണേണ്ട കാര്യമാണ്. നമ്മുടെ സംസ്ഥാനം ഈ ഘട്ടത്തിലെല്ലാം വിവിധ മേഖലകളിൽ പുരോഗതി നേടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ചെറുപ്പക്കാർ നല്ല നിലക്ക് ആഗ്രഹിക്കുന്ന തൊഴിലാണ് IT മേഖലയുടെ തൊഴിൽ. IT രംഗം വലിയ തോതിൽ മെച്ചപ്പെട്ടു എന്നുള്ളതാണ് ഈ കാലയളവിൻ്റെ പ്രത്യേകത. 2016 നമ്മുടെ IT പാർക്കുകളിൽ 640 കമ്പനികളാണ് ഉണ്ടായിരുന്നത്. ആ 640 കമ്പനികൾ ഇപ്പോൾ 1106 കമ്പനികളായി വർദ്ധിച്ചു. അതിനനുസരിച്ച് തൊഴിലവിടെ കൂടുകയാണ്. 2016 IT പാർക്കുകളിൽ, സർക്കാർ IT പാർക്കുകളിൽ 78,068 പേരാണ് തൊഴിലെടുത്തിരുന്നത്. ഇപ്പോൾ 1,48,000 പേർ സർക്കാർ IT പാർക്കുകളിൽ തൊഴിലെടുക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്ത് നിന്നുള്ള മൊത്തം IT കയറ്റുമതി 2016 34,123 കോടി രൂപയുടേതായിരുന്നു. 34,000 കോടിയുടെ സ്ഥാനത്ത് ഇപ്പോൾ അത് 90,000 കോടി രൂപയായി വർദ്ധിച്ചിരിക്കുകയാണ്. ഇതെല്ലാം IT മേഖല എത്ര കണ്ട് വികസിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. ഈ കൂട്ടത്തിൽ നാം പ്രഖ്യാപിച്ച മറ്റ് IT പാർക്കുകളുടെ കാര്യമെടുക്കണം. 2 IT പാർക്കുകൾ ഇതിന് പുറമേ വരികയാണ്. 3 IT ഇടനാഴികൾ വരികയാണ് ഇതിന് പുറമേ. നമ്മുടെ നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ടുള്ള IT ഇടനാഴികൾ നല്ല രൂപത്തിൽ സജ്ജമാകാൻ പോകുന്നു. അപ്പോൾ വലിയ തോതിലുള്ള കുതിപ്പ് IT രംഗത്ത് ഉണ്ടായിരിക്കുന്നു എന്നതാണ് നമ്മുടെ നാടിൻ്റെ അനുഭവം. നേരത്തെ പറഞ്ഞതുപോലെ ആരും ഇത് മനസ്സിലാക്കരുത് എന്ന് നിർബന്ധമുള്ളവർക്ക് അത്തരം കാര്യങ്ങൾ പുറത്തു പറയാൻ വല്ലാത്ത മടിയാണ്. മറ്റ് ചിത്രങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുമെന്ന് ഗവേഷണത്തിലാണ് അവർ. എന്നാൽ അതേസമയം സ്റ്റാർട്ടപ്പിൻ്റെ രംഗത്ത് UDFൻ്റെ കാലത്ത് ഇവിടെ 300 ആ 300 സ്റ്റാർട്ടപ്പിൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ എത്രയാണെന്നറിയോ? 6,300. സ്റ്റാർട്ടപ്പിൻ്റെ പറുദീസയായിട്ടാണ് കേരളത്തെ ആളുകൾ കണക്കാക്കുന്നത്. 5,800 കോടിയുടെ നിക്ഷേപം, 60,000 തൊഴിലവസരം. നമ്മൾ ഇവിടെ നിൽക്കാനല്ല, ഇത് 2025 ഇപ്പോൾ 6,800. എന്നാൽ 2026 നാം ലക്ഷ്യമിടുന്നത് ഇതിൻ്റെ ഇരട്ടി കടന്ന സംഖ്യയാണ്. 15,000 സ്റ്റാർട്ടപ്പുകൾ കേരളത്തിൽ സ്ഥാപിക്കാനാകണമെന്ന ലക്ഷ്യത്തോടെയാണ് നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. 1,00,000 തൊഴിലവസരം ലക്ഷ്യമിടുകയാണ്. നമ്മുടെ യുവതക്ക് അത്തരത്തിൽ അവസരം ലഭ്യമാക്കാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 9 വർഷം നാം പിന്നിടുന്നു. ഈ 9 വർഷത്തിനിടയ്ക്ക് നമ്മുടെ നാട്ടിൽ നേടാൻ കഴിഞ്ഞ ഒരുപാട് നേട്ടങ്ങളുണ്ട്. ആ നേട്ടങ്ങളിൽ ചിലത് രാജ്യത്ത് തന്നെ അപൂർവമായിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ഒന്നു മാത്രമായിട്ടുള്ളതാണ്. ഇപ്പോൾ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി, രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി
നമ്മളാണ് പ്രാവർത്തികമാക്കിയത്. ഈ ഘട്ടത്തിലാണ് ഡിജിറ്റൽ സയൻസ് പാർക്ക് രാജ്യത്ത് ആദ്യത്തേത് നമ്മളാണ് പ്രാവർത്തികമാക്കിയത്. നമ്മുടെ ഗ്രഫീൻ ഇന്നൊവേഷൻ സെൻറ്റർ, വാട്ടർ മെട്രോ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി, ഇതെല്ലാം നമ്മളാണ് യാഥാർത്ഥ്യമാക്കിയത്. ഈ 9 വർഷ കാലയളവിനുള്ളിലാണ് നാം യാഥാർത്ഥ്യമാക്കിയത്. നമ്മൾ ആയുർവേദ രംഗത്ത് മികച്ചൊരു ഇൻസ്റ്റിറ്റ്യൂട്ട്, ആയുർവേദ റിസർച്ച്, ഇൻ്റർനാഷണൽ ആയുർവേദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കാനുള്ള നടപടികൾ നേരത്തെ ആരംഭിച്ചു. ഇപ്പോൾ അതിൻ്റെ 1-ാം ഘട്ടം ഏതാനും നാളുകൾ കൊണ്ട് പൂർത്തിയാകാൻ പോകുന്നു. ഇവിടെ ജിനോം ഡാറ്റാ സെൻറ്റർ, മെഡിക്കൽ ടെക്നോളജി കൺസോർഷ്യം, ഇതെല്ലാം ഒരുക്കുകയാണ്. ഇതിനു പുറമെ മൈക്രോബയോം, ന്യൂട്രാസ്യൂട്ടിക്കൽ, ഇത്തരം മേഖലകളിൽ ഓരോ മികവിൻ്റെ കേന്ദ്രങ്ങൾ, സെൻറ്റർ ഓഫ് എക്സലൻസ് സ്ഥാപിക്കാനുള്ള നടപടികൾ നാം സ്വീകരിച്ചു പോവുകയാണ്. നമ്മുടെ കേരളത്തിൽ 3 സയൻസ് പാർക്കുകളാണ് സ്ഥാപിക്കാൻ പോകുന്നത്. 600 കോടി രൂപ ചെലവിട്ടുകൊണ്ട് 3 സയൻസ് പാർക്കുകൾ. നമ്മുടെ കേരളം എന്തായി മാറുന്നു? ആധുനിക വിജ്ഞാന ഉൽപാദന കേന്ദ്രമായി മാറുകയാണ്. ആരും അറിയല്ലേ എന്ന് നിർബന്ധമുള്ളവർ ഈ കാര്യങ്ങളൊന്നും പറയില്ല കേട്ടോ. കഴിയാവുന്നത്ര ഇതെല്ലാം മറച്ചു വെക്കാനാണ് അവർക്ക് താല്പര്യം. അയ്യോ, ആരുടെയും ശ്രദ്ധയിൽ ഇത് പെട്ടേക്കരുത് എന്ന നിർബന്ധം അവർക്ക്. ഇതിനു പകരം മറ്റെന്തൊക്കെ നിഷേധ കാര്യങ്ങൾ ഉള്ളതല്ല വ്യാജമായി നിർമ്മിച്ച് പ്രചരിപ്പിക്കാൻ പറ്റും, അതാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനം നേരത്തെ തന്നെ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൽ നല്ലൊരു സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അത് കൂടുതൽ വളരണം. എന്നാൽ അതിനു പുറമെ ഹാർഡ്വെയർ, സോളാർ പാനൽ, ലിഥിയം ബാറ്ററി, ഇവയുടെയെല്ലാം ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനുള്ള നടപടികളും നാം സ്വീകരിച്ചു പോവുകയാണ്. നമ്മുടെ സംസ്ഥാനത്തെ വ്യവസായ രംഗമെടുത്താൽ 2016 വ്യാവസായിക വളർച്ച 12%. ഇപ്പോൾ അത് 17%. നല്ല പുരോഗതി നേടാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. മാനുഫാക്ചറിങ് സെക്ടർ 2016 മാനുഫാക്ചറിങ് സെക്ടറിൻ്റെ സംഭാവന 9.8%. ഇന്നത് 14%. അപ്പോൾ നമ്മുടെ വ്യവസായ രംഗം ആകെ ഒരു പുതുണർവിലെത്തിയിരിക്കുന്നു. അതിൻ്റെ പ്രത്യക്ഷമായ തെളിവാണ് രാജ്യത്ത് നിക്ഷേപ സൗഹൃദ നിലയിൽ നാം 1-ാം സ്ഥാനത്ത്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് രാജ്യം പരിശോധിച്ചപ്പോൾ അതിൻ്റെ റാങ്കിങ്ങിൽ നാം ടോപ്പിലെത്തിയിരിക്കുന്നു. ഇത് ചെറിയ മാറ്റമല്ല. കേരളത്തിൽ എങ്ങനെ വ്യവസായ രംഗം മാറുന്നു എന്നതിൻ്റെ തെളിവാണ്. ഈ കഴിഞ്ഞ 9 വർഷം നാം തുടർച്ചയായി നടത്തിയ ശ്രമങ്ങളുടെ ഫലമായാണ് ഈ പറയുന്ന നില നേടിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞത്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ആരംഭിച്ച സംരംഭക വർഷ പദ്ധതി യഥാർത്ഥത്തിൽ MSME മേഖലയിലെ രാജ്യത്തെ ബെസ്റ്റ് പ്രാക്ടീസാണത് എന്ന് സാക്ഷ്യപ്പെടുത്തിയത് ആരാ? കേന്ദ്ര സർക്കാർ. അവർക്കത് പറയേണ്ടി വന്നു. ഈ മാർച്ച് വരെ ഉള്ള കണക്കെടുത്താൽ 3.5 ലക്ഷത്തിലധികം സംരംഭങ്ങളാണ് ഈ പട്ടികയിൽ വന്നിട്ടുള്ളത്. എത്ര കോടിയുടെ നിക്ഷേപ? 23,000 കോടിയുടെ നിക്ഷേപം, 7.5 ലക്ഷത്തിലധികം തൊഴിലവസരങ്ങൾ. ഇതാരും അറിയരുത് നിർബന്ധമുണ്ട് കേട്ടോ. അതുകൊണ്ട് ചെയ്യുന്നത് എന്താ?
ഏതെങ്കിലും ഒരു സംരംഭത്തിന് എന്തെങ്കിലും ചില പ്രതിസന്ധി ഉണ്ടായി അത് തകരാറിലായിപ്പോയി എന്ന് വിചാരിക്കുക, ഉടനെ വന്നു വലിയ ഹെഡിങ്, വലിയ പ്രചരണം. ഇതാ സംരംഭക വർഷത്തിലെ പുതിയ സംരംഭത്തിൽ ഒന്നിന് ഈ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നു, ഇതാണ് സംരംഭകത്തിൻ്റെ നില. അതാണോ? ഇതാണ് നില. 23,000 കോടിയുടെ നിക്ഷേപമാണ്, 7 ലക്ഷത്തിലധികം തൊഴിലവസരങ്ങളാണ് നമ്മുടെ ഈ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ കൊച്ചിയിൽ വെച്ച് നാം ഒരു നിക്ഷേപ സംഗമം സംഘടിപ്പിച്ചു. അതിൽ 1.5 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപ വാഗ്ദാനമാണ് ലഭിച്ചത്. ആ നിക്ഷേപ വാഗ്ദാനം കടലാസിൽ കടക്കാനല്ല, അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾക്കായി കൃത്യമായ ടാസ്ക് ഫോഴ്സിനെ അടക്കം നിശ്ചയിച്ചുകൊണ്ട് നടപടികൾ സ്വീകരിച്ചു പോവുകയാണ്. വിവിധ തലങ്ങളിലുള്ള പരിശോധന അതിൻ്റെ ഭാഗമായി നടക്കുന്നു. നല്ലൊരു ഫാസ്റ്റ് ട്രാക്ക് സംവിധാനം അതിനായി ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. ഇതോടൊപ്പം അതിവേഗതയിൽ അനുമതികൾ നൽകുന്നതിനായി നമ്മുടെ സിംഗിൾ വിൻഡോ ക്ലിയറൻസ് KSWIFT എന്ന പേരിൽ സംസ്ഥാനത്ത് നടപ്പാക്കിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യവസായ സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തുന്നതിനുള്ള ഓൺലൈൻ സംവിധാനം KSIS എന്ന പേരിൽ നടപ്പാക്കുന്നു. ഈ കഴിഞ്ഞ 9 വർഷമെടുത്താൽ വിവിധ ബഹുരാഷ്ട്ര കമ്പനികൾ നമ്മുടെ കേരളത്തിലേക്ക് നിസാനെ പോലുള്ളവ, എയർബസിനെ പോലുള്ളവ കടന്നു വരുന്നത് കാണാൻ നമുക്ക് സാധിക്കും. നമ്മൾ ദാരിദ്ര്യം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമായി മാറിയത് 5242 കോടി രൂപ UDF നീക്കിവെച്ച സ്ഥാനത്ത് പൊതുവിതരണ രംഗത്ത് കഴിഞ്ഞ LDF സർക്കാർ, അതായത് 2021 അവസാനിച്ച LDF സർക്കാർ 10,697 കോടി രൂപ മാറ്റിവെച്ചു. ഈ സർക്കാർ 21 മുതലെടുത്താൽ 24 വരെ 14,000 കോടി രൂപ സർക്കാർ ചെലവഴിച്ചു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് രാജ്യത്ത് ഏറ്റവും കുറഞ്ഞ വിലക്കയറ്റം അനുഭവപ്പെടുന്ന സംസ്ഥാനം കേരളമാണ് എന്ന് NSOയുടെ കണക്കിൽ പറയേണ്ടി വന്നത്. നമ്മുടെ സംസ്ഥാനത്ത് 4.25 ലക്ഷത്തോളം മുൻഗണനാ കാർഡുകൾ ഇപ്പോൾ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ സംസ്ഥാനമാണ് വർഗീയ പ്രശ്നങ്ങളില്ലാത്ത സംസ്ഥാനം. വർഗീയതയുടെ ആപത്തിനെ നല്ല രീതിയിൽ തടയാൻ കഴിഞ്ഞൊരു സംസ്ഥാനം. വർഗീയതയ്ക്ക് എതിരെ ശക്തമായ നിലപാട് പൊതുസമൂഹം സ്വീകരിക്കുന്നു. ഏതെങ്കിലും വർഗീയ പ്രശ്നം വന്നാൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടിലേക്ക് നാം കടക്കുന്നു. ഏറ്റവും നല്ല ക്രമസമാധാന നില, ജീവിക്കാൻ ശാന്തമായ അന്തരീക്ഷം നിലനിൽക്കുന്ന സംസ്ഥാനം. ഇത്തരമൊരു നില നമ്മുടെ കേരളത്തിന് ആർജിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഇത്തരത്തിലുള്ള ഒരുപാട് നേട്ടങ്ങൾ നാം നേടിയിട്ടുണ്ടെങ്കിലും അതൊന്നും പുറത്തു വരരുത് എന്ന നിർബന്ധം നമ്മുടെ വികസന വിരുദ്ധർക്കുണ്ട്. ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പുരോഗതിയെക്കുറിച്ച് പറഞ്ഞാൽ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല കേരള യൂണിവേഴ്സിറ്റിയും MG യൂണിവേഴ്സിറ്റിയും A++ ഗ്രേഡാണ് നേടിയത്. അതോടൊപ്പം കൊച്ചി കാലടി A+ ഗ്രേഡും നേടി. NIRF യൂണിവേഴ്സിറ്റികളൊരു പട്ടിക തയ്യാറാക്കി. ആ റാങ്കിങ്ങിൽ ആദ്യത്തെ 12 നമ്മുടെ 3 എണ്ണമുണ്ട്. കേരളത്തിലെ 3 എണ്ണം. കേരള യൂണിവേഴ്സിറ്റി 9, കൊച്ചിൻ യൂണിവേഴ്സിറ്റി 10, MG യൂണിവേഴ്സിറ്റി 11, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 43. നാം മുന്നേറുകയാണ്. നമ്മുടെ രാജ്യത്തെ
മികച്ച കോളേജുകളിൽ ആദ്യത്തെ 100-ൽ കേരളത്തിലെ 16 എണ്ണമുണ്ട്. ആദ്യത്തെ 300 എടുത്താൽ അതിൽ 71 എണ്ണം കേരളത്തിൽ നിന്നുണ്ട്. മാറ്റം. പക്ഷെ ആരും അറിയരുത് നിർബന്ധമുള്ളവരുണ്ട്. അവരിതെല്ലാം മറച്ചു വെക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ മാറ്റം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വന്നിരിക്കുന്നു. ഇനിയും മാറണം, ഇനിയും മുന്നോട്ട് പോകണം. അതിനാവശ്യമായ നടപടികളാണ് സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരം രംഗങ്ങളിൽ മാത്രമല്ല, കാർഷിക രംഗത്ത് 2016 2% വളർച്ചാ നിരക്ക് മാത്രമായിരുന്നു കാർഷിക രംഗത്ത്. ഇപ്പോൾ LDF സർക്കാർ 4.64% വളർച്ചാ നിരക്ക് നേടി. നെൽകൃഷി 2016 1,70,000 ഹെക്ടറിലായിരുന്നു. ഇപ്പോൾ അത് 2,23,000 ഹെക്ടറിലാണ്. കഴിഞ്ഞ 2 വർഷത്തെ കണക്കെടുത്താൽ 8,268 ഹെക്ടറിൽ പുതുതായി നെൽകൃഷി ആരംഭിച്ചിട്ടുണ്ട്. നെല്ലിൻ്റെ ഉൽപാദനക്ഷമത 4.56 ടണ്ണായി വർദ്ധിക്കുകയും ചെയ്തു. നെൽവയലിന് 3,000 രൂപ ഹെക്ടറിന് റോയൽറ്റി കൊടുക്കുകയാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷം 14,498 ഹെക്ടർ നെൽവയലുകൾക്കാണ് റോയൽറ്റി ലഭ്യമാക്കിയത്. ഇവിടെ പ്ലാന്റേഷൻ രംഗം പുതിയ രീതിയിൽ നാം ശ്രദ്ധിക്കുകയാണ്. അതിന് പ്രത്യേകമായ ഒരു വകുപ്പ് തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ മേഖലയും നേരത്തെ പറഞ്ഞതുപോലെ സർവതല സ്പർശിയായ സാമൂഹ്യനീതി അധിഷ്ഠിതമായ വികസനമാണ് നാം നമ്മുടെ നാട്ടിൽ ഉറപ്പുവരുത്താൻ ശ്രമിക്കുന്നത്. ഈ വികസനത്തിൻ്റെ സ്വാദ് എല്ലാവർക്കും അനുഭവിക്കാനാവണം എന്ന് തന്നെയാണ് നാം കാണുന്നത്. ഇവിടെ വിജ്ഞാന കേരളം ക്യാമ്പയിൻ കൂടുതൽ ശക്തിപ്പെടുത്തി തൊഴിലവസരങ്ങൾ കൂടുതൽ വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ തന്നെയാണ് സ്വീകരിക്കാൻ പോകുന്നത്. നമ്മുടെ വിഴിഞ്ഞം തുറമുഖം ഈ വരുന്ന 2-ാം തീയതി പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കുകയാണ്. അത് കേരളത്തിൻ്റെ പുതിയൊരു വികസന പാതയാണ് വെട്ടിത്തുറക്കുക. അതിൻ്റെ ഭാഗമായുള്ള അതിനടിസ്ഥാനമാക്കിയുള്ള വികസന പരിപാടികൾ ഇപ്പോഴേ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ലോജിസ്റ്റിക് പാർക്കുകൾ വരും. കപ്പലുമായി ബന്ധപ്പെട്ട മറ്റ് നടപടികൾ ആ പോർട്ടിൽ തന്നെ വരും. ഒരുപാട് വികസന സാധ്യതകൾ ഇതിൻ്റെ ഭാഗമായി വരാൻ പോവുകയാണ്. വെയർ ഹൗസിങ്ങുകൾ വലിയ തോതിൽ വർദ്ധിക്കും. സമർപ്പിത വികസന സോണുകൾ നല്ല രീതിയിൽ ഉണ്ടാവണമെന്ന് കാണുന്നുണ്ട്. അതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചു പോകുന്നുണ്ട്. നമ്മുടെ നാടിൻ്റെ വികസനത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ 4 വിമാനത്താവളങ്ങൾ നമുക്കുണ്ട്. എന്നാൽ 5ാമത്തെ വിമാനത്താവളം നിങ്ങളുടെ ഇവിടെയാണ് വരാൻ പോകുന്നത്. അതുമായി ബന്ധപ്പെട്ട എല്ലാ നടപടികളും അതിവേഗതയിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നല്ല രീതിയിൽ നടപ്പാക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് ധാരാളം പ്രവാസികളുള്ളൊരു സംസ്ഥാനമാണ്. പ്രവാസികളായിട്ടുള്ളവരുടെ സഹായം വലിയ തോതിലാണ് നാം സ്വീകരിക്കുന്നത്. പ്രവാസി രംഗം NRK പ്രൊഫഷണലുകളുടെ ഒരു ശൃംഖല രൂപീകരിച്ചുകൊണ്ട് നീങ്ങാൻ നമ്മൾ ഉദ്ദേശിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ടൂറിസം മേഖല വലിയ തോതിൽ വികസിപ്പിക്കാനുള്ള നടപടികളും കേരളം സ്വീകരിക്കുകയാണ്. എല്ലാ അർത്ഥത്തിലും നമ്മുടെ നാടിനെ ശക്തിപ്പെടുത്താൻ ആവശ്യമായ നടപടികളാണ് എടുക്കുന്നത്. കേരളത്തിലെ വയോജനങ്ങൾ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു പുതിയ നിയമനിർമ്മാണം കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായുള്ള മുതിർന്ന പൗരന്മാർക്കുള്ള ഒരു കമ്മീഷൻ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. അതോടൊപ്പം വയോജന അയൽപക്കങ്ങൾ നമ്മുടെ
സംസ്ഥാനത്ത് വേണമെന്ന് സർക്കാർ കാണുന്നു. വാർഡ് തിരിച്ചുള്ള ക്ലബ്ബുകൾ, വയോ ക്ലബ്ബുകൾ ഇവിടെ ഉണ്ടാകണം എന്ന് കാണുകയാണ്. വയോ പാർക്കുകൾ ശക്തിപ്പെടുത്താനുള്ള നടപടികൾ സ്വീകരിക്കും. കായിക രംഗം നല്ല രീതിയിൽ മാറ്റം വരുത്താനുള്ള നടപടികൾ ഇപ്പോഴേ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ വിദ്യാലയങ്ങളിലും വലിയ തോതിലുള്ള ഇടപെടൽ ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകും. വാർഡിൽ ഒരു കളിസ്ഥലം എന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സർക്കാരിൻ്റെ നടപടികൾ ശരിയായ സ്വാദോടെ ജനങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയണം. അതിനായി ഓഫീസുകൾ കയറിയിറങ്ങുന്ന അവസ്ഥ ഒഴിവാക്കാനാവണം. അതിൻ്റെ ഭാഗമായി സർക്കാർ സേവനങ്ങൾ ഓൺലൈനായി ലഭ്യമാക്കുകയാണ്. മിക്ക സേവനങ്ങളും ഇപ്പോൾ ഓൺലൈനായി ലഭ്യമാണ്. ബാക്കിയുള്ളവയും ഓൺലൈനാക്കാനാണ് നടപടികൾ എടുക്കുന്നത്. എല്ലാവർക്കും ആധുനികവും സുതാര്യവുമായ ഭൂരേഖകൾ ഉണ്ടാക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നല്ല രീതിയിൽ 1.25 ലക്ഷത്തോളം നമ്മുടെ സംസ്ഥാനത്തെ പട്ടയങ്ങൾ വിതരണം ചെയ്യാൻ ഈ 9 വർഷക്കാലം കഴിഞ്ഞിട്ടുണ്ട്. അതിനിയും വർദ്ധിക്കാൻ പോവുകയാണ്. നല്ല രീതിയിലുള്ള വർധനവ് അടുത്ത് തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം ഡിജിറ്റൽ ലാൻഡ് സർവേ നല്ല രീതിയിൽ ശക്തിപ്പെടുത്തി എല്ലാവർക്കും ആധുനികവും സുതാര്യവുമായ ഭൂരേഖകൾ ഉണ്ടാവുക, എല്ലാവർക്കും ഭരണത്തിൻ്റെ സ്വാദ് ശരിയായ രീതിയിൽ അനുഭവിക്കാൻ കഴിയുക, സാമൂഹ്യനീതി അധിഷ്ഠിതമായ സർവതല സ്പർശിയായ വികസനം ഉറപ്പുവരുത്തുക. നവകേരളം ഒരു സങ്കല്പമല്ല, ഇന്നത്തെ കാലഘട്ടത്തിൽ യാഥാർത്ഥ്യമാക്കേണ്ട ഒന്നാണ്. അതിന് നമുക്ക് ഒന്നിച്ചു നീങ്ങാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ.